നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ രേവതി ഭയങ്കര സന്തോഷത്തിലാണ്. എങ്ങനെ സന്തോഷിക്കാതിരിക്കും? 8,4 ലക്ഷത്തിന്റെ ഓർഡറാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ലാസ്റ്റ് എമൗണ്ടും രേവതി സംഘടിപ്പിച്ചു. മുറിയിലേക്ക് പോയി ഒരു കവറിനകത്തൊക്കെ അങ്ങനെ പൈസ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുവാണ്. 5 ലക്ഷം രൂപ. അപ്പൊ സച്ചിക്ക് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഓട്ടോ ആയതുകൊണ്ട് സച്ചിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. രേവതി ഒരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചു. സാധാരണ സ്കൂട്ടിക്കാറ് പോവാറ് പതിവ്, പക്ഷെ സ്കൂട്ടി ഒരു പണിമുടക്ക. അപ്പൊ അതുകൊണ്ട് ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് രേവതി ക്യാഷൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ രവീന്ദ്രൻ ചോദിച്ചു, എന്താ മോളെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ, മോളിത് എങ്ങോട്ടാ പോണേ? അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ ആ പൂവിന് അഡ്വാൻസ് കൊടുക്കണമെന്ന്, അതിന്റെ ക്യാഷ് റെഡിയായി. റെഡിയായോ? അതെ, 5 ലക്ഷം രൂപ റെഡിയായി വെച്ചാ അത് കൊണ്ട് കൊടുക്കാൻ പോവുക. ചന്ദ്രമതിക്ക് തലയ്ക്ക് അടിയേറ്റ പോലെ ആയപ്പേ. ചന്ദ്രമതി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. 5 ലക്ഷം രൂപ നിനക്ക് റെഡിയായോ? അതെന്താ ചന്ദ്ര, എന്റെ മോള് വിചാരിച്ച 5 ലക്ഷം രൂപ ശരിയാകത്തില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ശരിയായ അമ്മയെന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ പോയിട്ട് വരാം അച്ഛാന്നും പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും ഓട്ടോറിക്ഷ വന്നു. അവളെ ഓട്ടോറിക്ഷയ്ക്ക് കയറി ഇങ്ങോട്ട് പോവുകയാണ്. രവീന്ദ്രൻ ചന്ദ്രയോട് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചന്ദ്രേ, എന്റെ മോള് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുന്ന, അവളെ തകർക്കാൻ പറ്റില്ല. ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് അവൾ ഇറങ്ങിയിരിക്കുന്നത്. നമ്മള് ഒരു കാര്യം വേണമെന്ന് വെച്ച് നടത്തുവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മുന്നിൽ അതിന് വഴികൾ തുറന്നിരിക്കും. നീ ആധാരം കൊടുക്കാതെ അവളുടെ വഴി മുടക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കണ്ടില്ലേ, അവൾക്ക് എവിടെ നിന്നൊക്കെയോ സഹായം വന്നേ. അതാണ് പെണ്ണ്, കണ്ട് പഠിക്ക്. അല്ലെങ്കിലും നിനക്ക് ഈ അസൂയം കുശുമ്പൊക്കെ അല്ലേ ഉള്ളൂ. അതും പറഞ്ഞ് രവീന്ദ്രനെ ചന്ദ്രയൊന്ന് ആക്കി ചിരിച്ചകത്തേക്ക് കയറിപ്പോയി. ചന്ദ്രയ്ക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ചന്ദ്രയുടെ മനസ്സിലിങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഹേമയെ വിവരം അറിയിക്കണം. ചന്ദ്ര ഫോണും എടുത്തോണ്ട് അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങുവാണ്. എന്നിട്ട് ഹേമയെ വിളിച്ചു. എന്താ ചന്ദ്രമതി? അതെ, അവളുണ്ടല്ലോ രേവതി, അവൾക്ക് പണം കിട്ടിയിട്ടുണ്ട്. പണമോ? എവിടുന്ന്? അതൊന്നും അറിയത്തില്ല. അവൾ എവിടുന്നൊക്കെയോ പോയി തന്റെ സംഘടിപ്പിച്ചുകൊണ്ട് വന്നു. അതുമായിട്ട് അവൾ പോയിട്ടുണ്ട്. എങ്ങോട്ട്? അല്ല, കച്ചവടക്കാരന് അഡ്വാൻസ് കൊടുക്കണ്ടേ? അഡ്വാൻസ് പേയ്മെന്റ് നടത്താൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, സ്കൂട്ടിക്കല്ല പോയിരിക്കുന്നത്, ഒരു ഓട്ടോറിക്ഷയിലാണ് പോയിരിക്കുന്നത്. ഹേമേ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്തു തരാൻ പറ്റുള്ളൂ. ഇതിൽ കൂടുതൽ സഹായമൊന്നും പറ്റില്ല. ഇനി ഇപ്പൊ എല്ലാം നിന്റെ കയ്യിലാ. എന്താ വേണ്ടതെന്ന് വെച്ചാ നീ ചെയ്തോണം. അത് കേട്ട് കഴിഞ്ഞപ്പോ ഹേമ ഒരു നിമിഷം ആലോചിച്ചു. വല്ലാത്തൊരു ഇടുത്തി വെട്ടിയതുപോലെ ആയി അവളുടെ മനസ്സിൽ. കാരണം ഇത്ര പ്രതീക്ഷിച്ചില്ല. അത് ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് 5 ലക്ഷം രൂപ. വെറും പൂ കെട്ടിക്കൊണ്ട് നടക്കുന്ന അവളുടെ ഇത്രയും പൈസ എവിടുന്നാന്നൊരു ചിന്തയായിരുന്നു. എങ്ങനെ ഉണ്ടാക്കും? അപ്പൊ അവൾക്ക് ഈ ഓർഡർ കിട്ടില്ല, അത് ക്യാൻസൽ ആവുമെന്ന് കരുതിയിരുന്ന ഹേമയ്ക്കിട്ട് അടിയായിരുന്നു. അങ്ങനെ വിട്ടുകൊടുക്കാൻ ഹേമ ഉദ്ദേശിച്ചിട്ടില്ല. ഹേമ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, തന്റെ ഗുണ്ടകളുടെ അടുത്തേക്ക് എല്ലുവേണം. ഹേമയ്ക്ക് 1-2 ചിങ്കിടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെന്നിട്ട് പറഞ്ഞു, അവളുണ്ടല്ല രേവതി, അവള് ഒരു ഓട്ടോറിക്ഷ പണവുമായിട്ട് വരുന്നുണ്ട്. ആ പൂക്കച്ചവടക്കാരന് കൊടുക്കാൻ വേണ്ടിയിട്ടാ. എത്രയും പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് ആ പണം അടിച്ചു മാറ്റണം, ഏത് വിധനെ. അതൊക്കെ ഞങ്ങൾ ഏറ്റെന്ന് പറഞ്ഞു. അങ്ങനെ അവര് പോകുവാണ്. ഈ സമയം ഈച്ചയാണെങ്കിൽ അച്ഛമ്മയുടെ അടുത്തേക്ക് വന്നു. കലാവതി അച്ഛമ്മയുടെ അടുത്ത് ചെന്നു. അച്ഛമ്മയുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പറയാണ്. സച്ചി വന്ന് പണത്തിന്റെ കാര്യം പറഞ്ഞൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ പറഞ്ഞു, അല്ല എന്നിട്ട് അവൾ എന്നോട് പണം ചോദിച്ചൊന്നുമില്ലല്ലോ. അതറിയില്ല, ചിലപ്പോഴേ അച്ഛമ്മയോട് ചോദിക്കാനായിട്ട് മടി കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ചോദിക്കാത്തതെന്ന് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണ്. എന്നോട് ചോദിക്കാൻ മടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്ല, അവൾക്ക് ചിലപ്പോൾ അഭിമാന പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അതിൻ്റെ ആവശ്യമില്ല. ഒന്നും അല്ലേലും ഞാൻ ആരാ അവളുടെ? അത് കേട്ടത് ഈച്ച പറഞ്ഞു, സച്ചിക്ക് പോലും എന്നോടത് പറയാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു, അച്ഛമ്മയോട് പറയരുതും പറഞ്ഞു. ഇത് കേട്ടത് അച്ഛൻ പറഞ്ഞു, ഒരു കാരണവശാലും ആ ഓർഡർ ക്യാൻസലായി പോകാൻ പാടില്ല. അവൾക്കുള്ള പണം ഞാൻ കൊടുക്കും. എന്താണെങ്കിലും ഈ ചന്ദ്രമതിയുടെ കൊച്ചുമരുമോള് അങ്ങനെ അങ്ങോട്ട് ഈ ഓർഡർ ക്യാൻസലായി പോകാൻ പാടില്ല. അവർക്ക് അത് കിട്ടുക തന്നെ വേണം. അതൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛമ്മ എന്ത് ചെയ്തു, അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. രേവതിയെ കാണണം, പൈസ കൊടുക്കണം എന്നൊരു ചിന്തയായിരുന്നു അച്ഛമ്മയുടെ മനസ്സിൽ. ചോദിക്കാത്തതിൻ്റെതായ ഒരു വിഷമം അച്ഛമ്മയ്ക്ക് ഉണ്ടായിരുന്നാലും ഈച്ചയാണ് സച്ചിയോട് പോലും പറഞ്ഞില്ല. കാരണം സച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛമ്മയോട് പറയാൻ സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഈച്ചയ്ക്ക് അറിയുകയും ചെയ്യായിരുന്നു. അതുകൊണ്ട് സച്ചി പോലും അറിയാതെയാണ് അച്ഛമ്മയോട് ഈ കാര്യങ്ങൾ പോയി ഈച്ച പറഞ്ഞു. അങ്ങനെ അച്ഛമ്മ എന്ത് ചെയ്തു, രേവതിയെ കാണാനായിട്ട് വീട്ടിലേക്ക് പോരുക. ഇതേ സമയം രേവതി ഭയങ്കര സന്തോഷത്തിലാണ്. പണം കിട്ടി, എത്രയും പെട്ടെന്ന് കൊടുക്കണം. 8,4 ലക്ഷം രൂപ, 1 ലക്ഷം രൂപയെങ്കിലും ബാലൻസ് കിട്ടും. സമാധാനമായി. അങ്ങനെ 2-3 വർക്ക് കിട്ടുവാണെങ്കിൽ തനിക്ക് ഉറപ്പായിട്ടും മുകളിലെ ടെറസിന്റെ മുകളിൽ ആ റൂം പണിയാനായിട്ട് പറ്റും. തന്റെ സച്ചേട്ടന്റെ ആഗ്രഹം. അതിനുശേഷം ഒരു കുഞ്ഞ്. വർഷ പ്രഗ്നന്റ് ആയി. അധികം വൈകാതെ വർഷയ്ക്ക് കുഞ്ഞുണ്ടാവുന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും
രേവതി ഇവിടെ നിർത്തിയാൽ മതി ഏട്ടാന്ന് പറഞ്ഞു. അങ്ങനെ രേവതി എന്ത് ചെയ്തു, ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി അങ്ങ് നടക്കുവാണ്. അപ്പം ഇത്തിരി ദൂരം ഒന്ന് നടന്ന് അങ്ങോട്ടേക്ക് വരണം, പൂക്കട അങ്ങോട്ടേക്ക് വരണമെങ്കിൽ. അങ്ങനെ രേവതി അതൊക്കെ മനസ്സിൽ കണ്ട് സന്തോഷത്തോടെ നടന്നു വരിക. അപ്പോഴേക്കുമാണ് മുഖമൊക്കെ ഒരു ടവല് വെച്ച് മറിച്ച് ഒരുത്തന് അതിലൂടെ വന്ന. രേവതിയാണെങ്കിലോ ആ ചിന്തകൾ രേവതിയുടെ മനസ്സിൽ വരാൻ പോകുന്ന ആ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് രേവതി അയാളെ മൈൻഡ് പോലും ചെയ്തില്ല. രേവതി അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്തു, രേവതിയുടെ അടുത്തൂടെ വന്നിട്ട് പെട്ടെന്ന് തന്നെ രേവതിയുടെ കയ്യിലിരുന്ന ആ കവറും കൂടെ പിടിച്ചു വാങ്ങിക്കുവാണ്. രേവതിയാണെങ്കിൽ ബലം പിടിച്ചു കൊടുക്കില്ല എന്ന് ഒറ്റ വാശിയിലായിരുന്നു രേവതി. പക്ഷേങ്കിൽ അയാൾ എന്ത് ചെയ്തു, രേവതിയെ പിടിച്ച് തള്ളിയിടുവാണ്. രേവതി വീണു. രേവതിയുടെ കയ്യിൽ നിന്ന് കവറെടുത്ത് കയ്യിലേക്ക് പിടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബൈക്ക് വന്നു. ബൈക്കിലേക്ക് അയാൾ ചാടിക്കയറി കഴിഞ്ഞപ്പോൾ തന്നെ രേവതി ചാടി എഴുന്നേറ്റ് അയാളെ പിടിച്ച് വലിക്കുക. പക്ഷെ അയാൾ രേവതിയെ പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു. രേവതി താഴേക്ക് വീണു. ബൈക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേനും രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എൻ്റെ പണം, രേവതിയുടെ സർവ്വ പ്രതീക്ഷയും തകർന്നുപോയി. ഇത്ര സമയം എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. അതാരാ, മോഷ്ടാക്കളെ കള്ളന്മാർ കൊണ്ടായതാന്ന് മനസ്സിലായി. പക്ഷെ അത് എൻ്റെ കയ്യിലെ പണം ഉള്ളതെന്നുള്ള കാര്യം രേവതിക്ക്, അവരൊക്കെ എങ്ങനെ മനസ്സിലായെന്ന് രേവതിക്ക് മനസ്സിലായതുമില്ല. രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. രേവതി അവിടെ കിടന്ന് അലറി വിളിച്ച് കരയുവാണ്. അപ്പോഴാണ് അതിലൂടെ ഈച്ച അച്ഛമ്മയും കൂടെ വരുന്നത്. എന്താ മോളെ കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കാര്യം പറയണേ. പിന്നെ അച്ഛൻ പറഞ്ഞു വാടാ ഈച്ച എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അവന്മാര് വരുന്ന വഴിയിൽ അച്ഛമ്മയും ഈച്ചയും കൂടെ പോയി നിൽക്കണം. അപ്പൊ കുറുക്ക് കയറി അച്ഛമ്മ ഈച്ചയും കൂടെ ചെന്നു. കൃത്യം അവന്മാര് വന്ന് പെടുന്ന അച്ഛമ്മയുടെ ഈച്ചയുടെ മുന്നിലേക്കായിരുന്നു. പിന്നെ പോരെ പൊടി പൂരം. ഒരു നിമിഷം മുന്നിൽ വന്ന് നിൽക്കുന്ന അച്ഛമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവന്മാർ അമ്പർന്നു. പെട്ടെന്ന് ബൈക്ക് സ്ലോ ചെയ്തു. അവന്മാർക്ക് കാര്യം മനസ്സിലായില്ല എന്താന്ന്. അച്ഛമ്മ അടുത്തേക്ക് ചെന്നു. കൂടെ ഈച്ചയും കൂടെ പിടിച്ച് അവന്മാരെ വലിച്ച് താഴേക്ക് ഇറക്കി. പിന്നെ ഇടിയുടെ പൊടി പൂരമായിരുന്നു. അച്ഛമ്മയ്ക്ക് പ്രായമായെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അച്ഛമ്മ അവന്മാരെ നന്നായിട്ട് കൈകാര്യം ചെയ്ത് ആ പണം മേടിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും രേവതിയും കൂടെ അങ്ങോട്ട് വന്നു. രേവതിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. കാരണം ഒരുപക്ഷെ അച്ഛമ്മ വന്നില്ലായിരുന്നെങ്കിൽ ആ പണം രേവതിക്ക് കിട്ടത്ത് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ രേവതിക്ക് ആ പണം തിരികെ കിട്ടുവാണ്. അച്ഛമ്മയോട് രേവതിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയണ്ടായിരുന്നില്ല. ഒരു നിമിഷം വൈകി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പണം നഷ്ടപ്പെട്ടു പോയേനെ. അങ്ങനെ അവന്മാർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാണ്. ആ സമയം അച്ഛൻ പറഞ്ഞു, മോളെ നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മേലായിരുന്നോ? ഇവൻ എന്നോട് വന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞേ. അതിനെ നിജസ്ഥിതി അറിഞ്ഞിട്ട് പണം വേണമെങ്കിൽ തരാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നേ. വേണ്ട അച്ഛമ്മേ, പണമൊക്കെ ഞാൻ സംഘടിപ്പിച്ചായിരുന്നു. പിന്നെ ആരുടെ സഹായം കൂടാതെ എനിക്ക് ഈ പണം എങ്ങനെയെങ്കിലും റെഡിയാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അമ്മേനെ ഞാൻ വെല്ലുവിളിക്കുകയും ചെയ്താ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, മോളെ എന്നോട് നിനക്കൊരു വാക്ക് ചോദിക്കാമല്ലേ? ഞാൻ നിനക്ക് അന്യൊന്നും അല്ലല്ലോ. അത് സാരമില്ല അച്ഛമ്മ. അച്ഛമ്മ കൃത്യസമയത്ത് തന്നെ വന്നല്ലോ. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. സാരമില്ല മോള് ധൈര്യമായിട്ടിരിക്കുക. ഞാനും കൂടെ വരാം മോളോടൊപ്പം. ഇനി അവന്മാരെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അവന്മാരെ വെറുതെ വിടല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛമ്മ ഈച്ചയും കൂടെ രേവതിയുടെ കൂടെ ചെല്ലുവാണ്. പൂവിന് 5 ലക്ഷം രൂപ കൊണ്ട് അങ്ങനെ അഡ്വാൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. രേവതിക്ക് സന്തോഷമായി. പക്ഷെ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഹേമയ്ക്ക് ഇടിവെട്ടേറ്റ പോലെ ആയിപ്പോയി. കാരണം പണം മോഷ്ടിച്ചുകൊണ്ട് പോയെങ്കിലും അവന്മാർക്ക് അത് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അച്ഛമ്മ ഒന്ന് രേവതിയെ രക്ഷിച്ച കാര്യമൊക്കെ പറയണം. ഒരു സ്ത്രീ വന്ന് രക്ഷിച്ചെന്നൊക്കെ പറഞ്ഞ അവർക്ക് എന്താണെന്നും അറിയത്തില്ലല്ലോ. ഹേമ ഒരുത്തനെ പിടിച്ച് അവൻ്റെ കർണത്തിട്ട് അടിക്കുകയാണ്. പിന്നെ എന്ത് കാണിക്കാനാണ് നീയൊക്കെ പോയെന്നും ചോദിച്ചുകൊണ്ട് എല്ലാം തകർന്നു പോയി. കാരണം അങ്ങനെ ആ ഓർഡർ ക്യാൻസൽ ആക്കാം, അല്ലെങ്കിൽ പണം കൊടുക്കാതെ വന്നുമ്പോൾ പൂ കിട്ടത്തില്ലോ. അങ്ങനെ ക്യാൻസൽ ആക്കാന്ന് കരുതിയ ഹേമക്കിട്ട് അടിയ. അതിനേക്കാളും വലിയ അടി കിട്ടുന്ന ചന്ദ്രമതിക്കാണ്. ചന്ദ്രമതിയുടെ എല്ലാം പ്രതീക്ഷയും തകർന്ന് തരിപ്പണമായി. അതിൻ്റെ കഥകളെ കാണുന്ന ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.